പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദരവ് തന്നെ. ആമീൻ. വന്യനായ ടി എം എബ്രഹാം കോർപ്പിസ്കോപ്പ അച്ഛൻ, വന്യനായ മാത്തുക്കുട്ടി അച്ഛൻ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഏവങ്കേലിയോൻ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 31 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. സ്ലീഹന്മാരുടെ ഇടയിൽ വലിയൊരു തർക്കമുണ്ടാകുന്നു. നമ്മളെ കർത്താവ് മനസ്സിലാക്കിയിട്ട് അവരോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ തർക്കം? അവർ യാത്രയിൽ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നൊരു തർക്കം ഉണ്ടായിരുന്നത് കൊണ്ട് അവരൊന്നും മിണ്ടിയില്ല. തർക്കത്തിൻ്റെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞില്ല. പക്ഷേ കർത്താവ് അത് മനസ്സിലാക്കി. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതാണ് ഏത് സ്ഥാപനങ്ങളുടെയും ഏത് കുടുംബത്തിലെയും പ്രശ്നം. ആരാണ് വലിയവൻ? കുടുംബത്തിൽ ഭാര്യയാണോ ഭർത്താവാണോ മക്കളാണോ വലിയവൻ? അവിടെ പ്രശ്നങ്ങൾ. സ്ഥാപനങ്ങളിൽ ആരാണ് വലിയവൻ? അവിടെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ശിഷ്യന്മാരുടെ ഇടയിൽ ഇതുപോലെയുള്ള ഒരു തർക്കം ഉണ്ടായപ്പോൾ ക്രിസ്തുനാഥനെ അനുഗമിച്ച തൻ്റെ ജീവിത ആദർശങ്ങൾ മനസ്സിലാക്കിയ ശിഷ്യന്മാർക്ക് അതൊന്നും പ്രായോഗികമായ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കാത്ത ഒരു അനുഭവമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായത്. ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ എന്താണ് എന്നവർ മനസ്സിലാക്കിയില്ല. കർത്താവ് കൽപ്പിച്ചു, ഞാൻ വന്നത് ശുശ്രൂഷിക്കുവാനാണ്, ശുശ്രൂഷിക്കപ്പെടുവാനല്ല. ആ അനുഭവം കർത്താവ് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ്, ഗുരുവും നാഥനുമായ കർത്താവ് താഴേക്കിറങ്ങി ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ആ താഴ്മയുടെയും എളിമയുടെയും വിനയത്തിൻ്റെയും പാഠം അവരെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആരാണ് വലിയവനെന്നുള്ള തർക്കമില്ല. ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമ്മളെല്ലാം സമന്മാരാണ്. നമ്മൾ സാധാരണയായി പറയും, ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. നിയമത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും തുല്യരാണ്. അതുപോലെ ദൈവമക്കളായ നമ്മളെല്ലാവരും തുല്യരാണ്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജോലികളും സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെയും തമ്പുരാൻ തന്നിട്ടുണ്ട്. അത് ദൈവദത്തമാണെന്ന് മനസ്സിലാക്കി വിനയാന്വിതമായി ജീവിക്കുവാനുള്ള അനുഭവത്തിലേക്ക് മനുഷ്യൻ കടന്നു വരണം. ഇന്ന് മനുഷ്യൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ 2 തരത്തിലുള്ള അനുഭവങ്ങൾ മനുഷ്യനിൽ പ്രത്യേകിച്ച് കാണാൻ സാധിക്കും. ഒന്ന്, ഈ സമൂഹത്തിൽ സ്ഥാനമുറപ്പിക്കുന്നതിന് വേണ്ടി സമ്പത്തും സ്ഥാനമാനങ്ങളും ആർജിക്കുവാൻ കുത്സിത മാർഗങ്ങൾ ഉപയോഗിച്ച് ചതിവും വഞ്ചനയും കൊണ്ട് ചിലരൊക്കെയും ധനവാന്മാരും പദവികൾ ലഭിക്കുന്നവരുമായിത്തീരും. അവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ആ മുന്നേറ്റം, ഒന്നുമില്ലായ്മയിൽ നിന്നും ഇപ്പോഴുള്ള അനുഭവത്തിലേക്ക് വന്നത് എങ്ങനെയാണ്, ആരാണ് അതിന് കാരണക്കാരെന്ന് ചിന്തിക്കാതെ ലഭിച്ചതിൽ അഹങ്കരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. അവരുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ആസ്വദിക്കുക. അതാണ് അവരുടെ ജീവിതശൈലി. അത് ജീവിതാനുഭവങ്ങളിൽ ലഭിച്ചിട്ടുള്ള കൃപകൾ ആര് മുഖേന ലഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കാതെ സ്വാർത്ഥരായി സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അങ്ങനെയുള്ള ആളുകളുടെ സ്വഭാവം സമ്പത്തും സ്ഥാനമാനം എല്ലാം ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചിട്ട് ഈ സമൂഹത്തിൽ ഞാനാണ് വലിയവനെന്നുള്ള ഒരു അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അവരോട് ദൈവം തമ്പുരാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. മൂട,
നീ സ്വരൂപിച്ചതൊക്കെയും നീ നാളെ അനുഭവിക്കാം എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ നീ മൂഢനാണ്. ഈ രാത്രിയിൽ നിന്റെ ഈ വസ്തുക്കളും നിന്റെ ഈ ധനവും സമ്പാദ്യവും എല്ലാം നിനക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിൽ നിനക്ക് മരണം വന്ന് ഭവിക്കുകയാണെങ്കിൽ നീ സ്വരൂപിച്ചത് എന്തിനെ, ആർക്ക്? പ്രിയമുള്ളവരെ, നമ്മൾ പ്രത്യേകമായി ചിന്തിക്കണം. ദൈവം തമ്പുരാൻ നമ്മളെയെല്ലാം ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിന്നും ധാരാളമുള്ള അനുഭവത്തിലേക്ക്, നമ്മുടെ ആരോഗ്യമായാലും സൗന്ദര്യമായാലും വിദ്യാഭ്യാസമായാലും സമ്പത്തായാലും അതൊക്കെയും തന്നിട്ടുണ്ട്, അതിന് സംശയമില്ല. അതൊക്കെയും ദൈവദത്തമാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു വിനയമുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഏ മനുഷ്യ, ലഭിച്ചതല്ലാതെ നിനക്ക് പ്രശംസിപ്പാൻ എന്തുള്ളൂ? അതുകൊണ്ട് ലഭിച്ചതേ നമുക്കുള്ളൂ, അത് മനസ്സിലാക്കണം. ഒന്നാമത്തെ കൂട്ടരുടെ കാര്യം ഞാൻ പറഞ്ഞത്, അവരെ അത് മനസ്സിലാക്കുന്നില്ല. തമ്പുരാൻ തന്നതാണെന്നുള്ള ബോധ്യമില്ലാതെ അഹങ്കാര പ്രമത്തതയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. രണ്ടാമത്തെ കൂട്ടം ആൾക്കാരെന്ന് പറയുന്നത്, ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിന്നും ധാരാളമുള്ള അവസ്ഥയിലേക്ക് തമ്പുരാൻ ഓരോരുത്തരെ ആക്കിയിട്ടുണ്ട്. അത് ദൈവദത്തമാണെന്ന് മനസ്സിലാക്കി വിനയത്തോടുകൂടി മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അതാണ് ദൈവികമെന്ന് പറയുന്നത്. തന്നതൊക്കെയും ലഭിച്ചതൊക്കെയും ദൈവദത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ആ തന്നതിൻ്റെ ലഭിച്ചതിൻ്റെ ഒരംശം സഹോദരന്മാരുടെ ഇടയിൽ അവരുടെ ദുഃഖത്തിലും പ്രയാസത്തിലും അവരെ സഹായിക്കുവാനുള്ള ഒരു അനുഭവം നമ്മളിലുണ്ടാവണം. അങ്ങനെയുള്ളൊരു കൂട്ടം ആൾക്കാർ ധാരാളം ഇന്ന് സമൂഹത്തിലുണ്ട്, നമുക്കറിയാം. 41 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1-ാം വാക്യം, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയിലും പ്രയാസത്തിലും കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളെ അത് കണ്ടില്ല എന്നടിച്ചു പോകുന്നതല്ല ക്രിസ്തീയമായ ധർമ്മം. അവരുടെ ദുഃഖത്തിൽ, സങ്കടത്തിൽ, ബുദ്ധിമുട്ടിൽ അവരെ സഹായിക്കുവാനുള്ള ഒരു അനുഭവം, അതിനുള്ള മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ട് നമ്മെ കഴിയുന്ന സഹായങ്ങൾ സമൂഹത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. എളിയവനെ ആദരിക്കുന്നുള്ള പ്രതിഫലം എന്താണ്? അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ അവനെ കാത്ത് പരിപാലിക്കും. യഹോവ അവനെ കാത്ത് പരിപാലിക്കും. എളിയവനെ ആദരിക്കുന്നവൻ, മറ്റുള്ളവരുടെ കഷ്ടത്തിൽ പങ്കുചേരുന്നവനെ യഹോവ ആദരിക്കും. നിന്റെ രോഗത്തിൽ നിന്ന് യഹോവ നിന്നെ വിടുവിക്കും. നീ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയാണ് പ്രിയമുള്ളവരെ, ലഭിച്ചത്, തന്നത്, കിട്ടിയത് അതൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി വിനയാനന്ദമായി സ്വാർത്ഥത ഉപേക്ഷിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സഹോദരങ്ങളെ സ്നേഹിച്ച് അവൻ്റെ ബുദ്ധിമുട്ടിൽ അവനെ സഹായിച്ച് ജീവിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഒരു ഈശ്വരഭക്തനായ രാജാവ് ദൈവത്തെ, ഈശ്വരനെ പ്രസാദിപ്പിക്കുവാൻ എന്ത് ചെയ്യണം എന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. അദ്ദേഹം മനസ്സിൽ ഒരു ഉത്തരം കണ്ടെത്തി. മനോഹരമായ ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു ദേവാലയം പണിത് ഈശ്വരനെ സമർപ്പിക്കണം എന്നദ്ദേഹം തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹം വിളംബരം ചെയ്തു, മനോഹരമായ ഈ അമ്പലം പണിയുന്നതിലേക്ക് ആരുടെയും സംഭാവന ഞാൻ സ്വീകരിക്കുന്നതല്ല. അത് വിളംബരം ചെയ്തതിന് ശേഷം മനോഹരമായ ഒരു അമ്പലം ഈശ്വരന് സമർപ്പിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം ഉണ്ടാക്കി. അതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരും എഴുതി, ഇന്ന ദിവസം അതിൻ്റെ കൂദാശകർമ്മങ്ങളെല്ലാം ചെയ്തു എന്ന് എഴുതി വെച്ചു. കൂദാശകർമ്മം നടന്നതിൻ്റെ അന്ന്, ആ ദിവസം വൈകിട്ട് രാത്രി കിടന്നപ്പോൾ അദ്ദേഹം ഒരു ദർശനം കണ്ടു.
ദർശനം ഇപ്രകാരമായിരുന്നു: നീ എഴുതിയ നിന്റെ പേര് അവിടെ നിന്നും മാഞ്ഞുപോയി. ആ സ്ഥലത്ത് സുധർമ്മ എന്നുള്ള ഒരു മഹതിയുടെ പേര് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ദർശനമാണെന്ന് വിചാരിച്ചു. അത് പ്രായോഗികമായി നടന്ന കാര്യമാണോ എന്നറിയുവാൻ തക്കവണ്ണം പ്രഭാതത്തിൽ അദ്ദേഹം അമ്പലത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് സുധർമ്മ എന്നുള്ള പേരാണ് എന്ന് മനസ്സിലായി. ആ സ്ഥലത്ത് അതിനടുത്തുള്ള സുധർമ്മ എന്ന പേരുള്ള എല്ലാവരെയും രാജസന്നദ്ധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പനയായി. അവിടെ സുധർമ്മമാരെല്ലാവരും വന്നു. എല്ലാവരും പേടിച്ച് ഭയവിഹ്വലരായിട്ട് നിൽക്കുകയാണ്. ചോദിച്ചു, ഈ ദേവാലയത്തിൻ്റെ പണിക്ക് ഇതിനേതെങ്കിലും രീതിയിൽ സഹായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ആരും ഒന്നും ഉത്തരം പറഞ്ഞില്ല. ഒരു പ്രായമുള്ള ഒരമ്മച്ചി അല്ലെങ്കിൽ ഒരു മകള, ഒരു വാർദ്ധക്യത്തിലുള്ള ഒരമ്മ മുന്നോട്ട് കടന്നു വന്നു. പറഞ്ഞു, മഹാരാജാവേ, ഈ അമ്പലം നിർമ്മാണ വേളയിൽ ഇതിന് കൊണ്ടുവന്ന സാധനങ്ങൾ, കല്ല്, മണ്ണ്, സിമൻറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അത് ആ കാലഘട്ടത്തിൽ കാളവണ്ടിയിലാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അത് കൊണ്ടുവരുന്ന അവസരത്തിൽ ആ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന ആളിനും ഈ കാളകൾക്കും ഞാൻ വരുന്ന വഴി അവരുടെ ക്ഷീണം മനസ്സിലാക്കി കുറച്ച് വെള്ളവും ചെറിയ ചെറിയ സ്നാക്സും കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്നും വലിയൊരു പാഠം പഠിച്ചു. ഈ ചെറിയ പേരിൽ ഒരുവനെ ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ള വലിയൊരു പാഠം ആ രാജാവ് അതിൽ നിന്ന് പഠിച്ചു. എന്നിട്ട് ഈ മഹതിയെ പ്രത്യേകം ശ്ലാഘിച്ചു. അവൾക്ക് വേണ്ട സമ്മാനങ്ങളൊക്കെയും കൊടുത്ത് അവളെ അവിടെ നിന്ന് പറഞ്ഞയച്ചു എന്നാണ് ആ ഒരു എഴുത്തിന്, ആ ഒരു കഥയ്ക്കകത്ത് പ്രത്യേകമായി എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവത്തിന് ആവശ്യമെന്ന് പറയുന്നത് കല്ലും മണ്ണും കൊണ്ടുള്ള ദേവാലയങ്ങളും വലിയ ഭവനങ്ങളൊന്നുമല്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ദേവാലയങ്ങൾ പണിയേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനുപരിയായി നമ്മളതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കണം. നിർമ്മലമായ ഹൃദയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യ ദൈവ സൃഷ്ടിയാണെന്നുള്ള ബോധം നമുക്കുണ്ടായി നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും അവരുടെ ബുദ്ധിമുട്ടിൽ, അവരുടെ പ്രയാസത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മളാ കഴിവ് സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നതുമാണ് ദൈവത്തിന് പ്രസാദകരം എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഒരു ജീവിത തൃഷ്ണയാണ് സമൂഹത്തിൽ വലിയവനാകാൻ നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് വലിയവനാകുന്നത് ദൈവമാക്കിയാലേ നമ്മൾ വലിയവനാകും. അതുകൊണ്ട് ആ വലിയവനാകുന്ന അവസ്ഥയിലും നമ്മുടെ സമ്പത്ത്, നമ്മുടെ സ്ഥാനമാനങ്ങൾ അതൊക്കെയും മറ്റുള്ളവരുടെ പ്രയോജനത്തിന് ഉപകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ജീവിതത്തിൻ്റെ ജീവിത ലക്ഷ്യം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിനയാനിതമായി ദൈവത്തെ ആരാധിച്ച് സഹോദരങ്ങളെ സ്നേഹിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൈവം തന്നതാണെന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കണം. ദൈവദത്തമാണെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ അവിടെ വിനയമുണ്ടാവും. ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്, ഹ്യൂമിലിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ വെർച്യൂസ്. എല്ലാ നന്മകളുടെയും ഉറവിടം അമ്മ എന്ന് പറയുന്നത് താഴ്മയാണ്, വിനയമാണ്. അവിടെ കർത്താവ് തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചിരുന്നത് അത് തന്നെ. പക്ഷേ ശിഷ്യന്മാരുടെ ഇടയിൽ തർക്കമുണ്ടായ ആരാണ് വലിയവൻ? ഇന്നും സമൂഹത്തിൽ നമ്മുടെ ഇടയിലെയും തർക്കം ഇത് തന്നെയാണ്, ആരാണ് വലിയവൻ. അതുകൊണ്ട് നമ്മളെ ഏവരും ദൈവസന്നദ്ധയിൽ സമ്പന്നന്മാരാണെന്നുള്ള ബോധ്യത്തോടുകൂടി നല്ല ജീവിതം നയിച്ച്
ക്രിസ്തുവിൻ്റെ കൽപ്പന പാലിച്ച് പ്രായോഗിക ക്രിസ്ത്യാനികളായി സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും സഹനത്തിൻ്റെയും പരോപകാരത്തിൻ്റെയും ദയയുടെയും അനുഭവങ്ങൾ പേറുന്ന ഹൃദയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ജീവിത സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എളിയ വചനങ്ങളെ ഉപസംഹരിക്കും.